ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് ചെമ്മനീർ പോകുന്ന സീരിയലിലെ സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥ കേൾക്കാം. അങ്ങനെ നവീൻ ദാസ് ഹിമാലയ സ്വാമിയുടെ വേഷത്തിൽ ക്ഷേത്രത്തിൽ ഇരിപ്പുണ്ട്. അങ്ങനെ ശ്രുതിയും അയാളോട് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതിയുടെ മുഖത്ത് നോക്കി അയാൾ കല്യാണി കല്യാണി എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് ശ്രുതി അങ്ങ് ഞെട്ടും. കല്യാണി തെളിഞ്ഞ് നിൽക്കുവാന്ന് പറയും ശ്രുതിയുടെ മുഖത്ത്. ഈ കുട്ടി ഭയങ്കര ഭാഗ്യവതിയാണ്, ഈ കുട്ടിയുടെ ഭാഗ്യം കൊണ്ട് താങ്കൾ ഒരുപാട് ഉയർച്ചയിലെത്തുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരാളെ തിരക്കി വന്നതും ഉമക്ക് തയ്ച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ സ്വാമിയോട് പറയുന്നുണ്ട്. അപ്പോൾ സ്വാമി പറയും, നീ ആരെയാണോ തിരക്കി വന്നത് അവനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അവൻ നിന്നെ ഏൽപ്പിക്കാനായിട്ട് ഒരു കത്ത് നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ആ കത്തിനകത്ത് വികസനം എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ എഴുതി കൊടുക്കും. അതിനകത്തുനിന്നൊരു ക്ലൂവും കൊടുക്കും, എൻ്റെ പേര് നീ കണ്ടുപിടിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്ത് വായിക്കുന്ന സമയത്ത് നമ്മുടെ പൈലിയെടുത്ത് പറയും, നീ ഇതൊക്കെ ചേർത്ത് വായിച്ചിട്ടൊരു പേര് പറയാൻ പറയും. അങ്ങനെ അതിനകത്തുനിന്ന് സച്ചി എന്ന പേര് പൈലി പറയും. പെട്ടെന്ന് ശ്രുതി പറയും, സച്ചി അവൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തത്, അവൻ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയോ അസൂയ കൊണ്ട് അവൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ രേവതി ശ്രുതി പറയും, അങ്ങനെയൊന്നും അല്ല ശ്രുതി, ചിലപ്പം ആൾ മാറിപ്പോയതായിരിക്കും എന്നൊക്കെ പറയും. എനിക്കൊരു കാര്യം ചെയ്യാം, ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കും. അങ്ങനെ സച്ചിയുടെ ഒരു ഫോട്ടോ എടുത്ത് സന്യാസിയെ കാണിക്കുകയാണ്. അപ്പം ഈ ഫോട്ടോ കാണുന്ന നവീൻ ദാസിനെ പണ്ട് നവീൻ ദാസിനെ ഇടിച്ച ഓർമ്മ വരും. മുൻപൊരു തവണ ശ്രുതിയെ ട്രാപ്പിലാക്കാൻ വേണ്ടി നവീൻ ദാസ് സച്ചിയുടെ കാറിലായിരുന്നു വന്നത്. ആ സമയത്ത് ഇവരുടെ സംസാരം കേട്ട് ഏതോ പെൺകുട്ടി അപകടപ്പെടുത്താനാണെന്ന് മനസ്സിലായ സച്ചി കാറിൽ നിന്ന് നവീൻ ദാസിനെ പുറത്ത് വലിച്ചിട്ട് എടുത്ത് ചവിട്ടി കൂട്ടിയതാണ്. അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ചിട്ട് അവനൊരു പണി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതാരാന്ന് ചോദിക്കും. ഇതെൻ്റെ അനിയൻ, അവനോട് ഭയങ്കര അസൂയ സ്വാമി എന്ന് പറയും. ഇവൻ തന്നെയാണ് നിങ്ങൾക്ക് ലെറ്റർ തന്നതെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അത് ചോദ്യം ചെയ്യാനായിട്ട് 3 പേരും കൂടി വീട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പം ഇറങ്ങുന്നതിന് മുമ്പ് ശ്രുതിയെ വിളിച്ചിട്ട്, എനിക്ക് തരാനുള്ള 5 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് നീ തന്നില്ലെങ്കിൽ നിൻ്റെ ജീവിതം ഞാൻ നശിപ്പിക്കും, ശ്രുതിയുടെ കൂടെ നീ അധികം നാളെ താമസിക്കത്തില്ലെന്നൊക്കെ പറയും. തിരിച്ച് വീട്ടിൽ വരുന്ന ശ്രുതി അവിടെ വെച്ച് അമ്മയെ വിളിച്ചിട്ട് പറയും, അമ്മേ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ പൈലിയെ കാണുന്നുണ്ട്. പൈലിയെ കണ്ടതും ചന്ദ്രമതി പെട്ടെന്ന് ഞെട്ടും. ഇവനേതാ, ഇതേതാ ഈ മസിൽമാൻ? അത് മസിൽമാനല്ല, എൻ്റെ ബോഡി ഗാർഡാണെന്ന് പറയും. ബോഡി ഗാർഡോ? ആ അതെ, എനിക്ക് ഇത്രയും നാളെ ലെറ്റർ എഴുതി എന്നെ പേടിപ്പിച്ചുകൊണ്ടിരുന്നത് ആരാന്നറിയാവോ? ഏതാ കള്ളൻ? അതേ കള്ളൻ തന്നെ, അവനെ സച്ചിയാന്ന് പറയും. സച്ചി എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അവൻ അസൂയ അമ്മയെന്നൊക്കെ പറയും. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കും. അവൻ ലെറ്റർ എഴുതി എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയെന്ന് പറയും. ഉടനെ പക്ഷേ ശ്രീകാന്ത് ചോദിക്കും, ലെറ്റർ എഴുതി ഭീഷണിപ്പെടുത്താൻ സുധീയേട്ടൻ എന്താ കൊച്ചുകുട്ടിയാണോ എന്ന് ചോദിക്കും. എടാ, അത് സാധാ ലെറ്റർ അല്ല, ആ ലെറ്ററിനകത്ത് എഴുതിയിരിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് അറ്റാക്ക് വരും, എൻ്റെ അനിയൻ കൊലപാതകയാവും, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ എഴുതി. ഓരോ ദിവസം ഓരോരോ രീതിയിലാണ് എന്നെ പേടിപ്പിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയുടെ അച്ഛൻ രവി അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ രവിയെടുത്തും സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടോ സച്ചിയെ ഇതെല്ലാം ചെയ്തു വെച്ചെന്നൊക്കെ പറയും. എന്നാൽ ആര് പറഞ്ഞു? തെളിവുണ്ട് അച്ഛാ, ഞാൻ ആ ക്ഷേത്രത്തിൽ പോയപ്പം അവിടെ ഇരുന്ന് ഹിമാലയ സ്വാമി പറഞ്ഞെന്ന് പറയും. ഏതോ ഒരു സ്വാമി പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ നീ അവനെ ഇല്ലാത്തൊന്നും പറയല്ലെന്ന് പറയും. ഉടനെ രേവതിയും പറയാം, അങ്ങനെ ലെറ്ററൊന്നും എഴുതി ആരെയും ഭീഷണിപ്പെടുത്തേണ്ട കാര്യം എൻ്റെ സച്ചിയേട്ടനില്ല, പറയേണ്ട കാര്യം മുഖത്ത് നോക്കി പറയുമെന്ന് പറയും. പറയാം, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നും എൻ്റെ അമ്മയ്ക്ക് അറ്റാക്ക് വരുമെന്നും പറഞ്ഞത് അവനെന്ന് പറയും. ലോകത്ത് ഏതെങ്കിലും മക്കൾ ഇങ്ങനെ പറയുമോ എന്നൊക്കെ നമ്മുടെ ചന്ദ്ര ചോദിക്കും. ഒന്നുമില്ലല്ലോ, അവരുടെ പെറ്റമ്മയല്ലേ ഞാനെന്നൊക്കെ പറയും. ഇനി കൂടുതൽ സംസാരമൊന്നുമില്ല, വീടിന് ദോഷം വരുത്തുന്നവരാരും ഇവിടെ നിൽക്കേണ്ട, നിങ്ങൾ 2 പേരും ഇവിടുന്ന് മാറി താമസിക്കണമെന്ന് പറയും. ഉടനെ പറയും, ഞങ്ങൾ എന്തിനു മാറിപ്പോണം? അപ്പം നമ്മുടെ രവി പറയും, അത് പറയാൻ നീ ആരാ? അവർ ഏതോ എവിടെ കിടക്കുന്നൊരു സ്വാമി പറഞ്ഞതിൻ്റെ പേര് അവരെ ഇവിടെ ഇറക്കിയുള്ള കാര്യം എന്തോ നോക്കും. ഇല്ല രവിയേട്ടാ, ഇനി ഞാൻ സമ്മതിക്കത്തില്ല. ഇവരെ ഇത്രയൊക്കെ ചെയ്തു വെച്ച് ഇതിനെല്ലാം കാരണക്കാർ ഇവളും കൂടിയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവർ 2 പേരും ഇവിടെ നിന്ന് ഇറങ്ങി പോയേ പറ്റത്തുള്ളൂ എന്ന് പറയും. ഉടനെ നമ്മുടെ രേവതി പറയും, അങ്ങനെ ഇപ്പോൾ ഇറങ്ങി പോകുന്നില്ല, ഇത് എൻ്റെ വീടാന്ന് പറയും. ഉടനെ രേവതിയും പറയും, ഇത് എൻ്റെയും കൂടി വീടാണ്, അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ഇറങ്ങിപ്പോയി എനിക്ക് മനസ്സില്ലെന്ന് പറയും. ഓ എങ്കിൽ ഇതൊരു കാര്യം ചെയ്യും ശ്രുതി, അവനെ വിളിക്കാൻ പറയും. രേവതി പറയും, പെട്ടെന്ന് തന്നെ വിളിക്കാൻ പറയും. എന്തായാലും എന്തുവായിരുന്നു, ഒരു കൊലപാതകം നടക്കുമെന്നല്ലേ പറഞ്ഞത്, പെട്ടെന്ന് വരട്ടെ, അപ്പം അറിയാം ആരാ കൊലപാതകം ചെയ്യുന്നതെന്നുള്ളത്. ഉടനെ ശ്രുതി അങ്ങ് പേടിക്കും. ഉടനെ പറയും, എടാ പൈലി, നീ എൻ്റെ അടുത്ത് വന്ന് നിൽക്കണമെന്ന് പറയും. നീ ഒരു 2 അടി അകലോടെ എൻ്റെ അടുത്ത് നിന്നാൽ മതി, അവൻ അത്ര ശക്തനൊന്നും അല്ല, എങ്കിലും ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ നീ എൻ്റെ അടുത്ത് തന്നെ നിൽക്കണമെന്ന് പറയും. ഉടനെ രേവതി പറയും, ശരി നിങ്ങൾ വിളിക്കണ്ട, ഞാൻ പോയി സച്ചിയേട്ടനെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയും. എന്നിട്ട് നമുക്കറിയാം ആരാ കത്തെഴുതിയതും അതിൽ ചുറ്റിപ്പറ്റിയുള്ള കഥകളെന്തോന്നൊക്കെ അറിയാമെന്ന് പറയും. അങ്ങനെ നമ്മുടെ രേവതി ശ്രുതിയെ വിളിക്കാനായിട്ട് പോകുന്നുണ്ട്.
അപ്പോഴത്തേക്ക് നമ്മുടെ പൈലി വന്ന് നമ്മുടെ സുധിയുടെ അടുത്തേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ സച്ചിയും കൂട്ടിക്കൊണ്ട് രേവതി എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചന്ദ്രോദയത്തിലോട്ട് വരും. അപ്പം അങ്ങനെ അവരെല്ലാവരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പം നമ്മുടെ സച്ചിയെ നേരിടാനായിട്ട് പൈലിക്ക് കഴിയുമോ? കത്തിൻ്റെ പുറകിലെ സത്യം ആരാണെന്ന് കണ്ടുപിടിക്കുമോ? നവീൻദാസ് ആണ് കത്തെഴുതിയത് സച്ചിക്ക് തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ളതിൻ്റെയൊക്കെ ഇതൊക്കെയാണ് നമ്മളിനി വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓക്കെ, നന്ദി.